ഹായ് ഫ്രണ്ട്സ്, മല്ലുപുര എന്ന നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഈ വറുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാം. ഇത് അരിയാണ് കേട്ടോ. നമ്മുടെ ചാക്കരിയൊക്കെ ഇല്ലേ, വീട്ടിൽ മേടിക്കുന്ന ആ അരി തന്നെയാണ്. ഇത് വറുക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയാം കേട്ടോ. ഇന്ന് നമ്മളുണ്ടാക്കുന്ന കറിക്ക് ഇതിടാനാണ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞിട്ട് ആ കറിയുടെ ടേസ്റ്റ് കൂടുന്നതാണ്. ഇത് കണ്ട അരപ്പ് പച്ചമുളകും തേങ്ങയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കറിവേപ്പിലയും കുറച്ച് 2-3 ചെറിയ ഉള്ളിയും കുരുമുളകിൻ്റെ 2-3 ഇട്ടുണ്ടെങ്കിൽ അതിടാം. വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്താണ് കേട്ടോ. ഒതുക്കിയെടുത്തത്, അരച്ചല്ല. ഇത് ചീരയാണ് കേട്ടോ. ഇന്ന് ചീരക്കറിയാണ് വെക്കാൻ പോണത് നമ്മൾ. സിമ്പിളായിട്ടുള്ളൊരു ചീരക്കറി. അപ്പോൾ ഇത് കണ്ടോ, ചീരയുടെ ഇലയും തണ്ടും 2ആയിട്ട് അരിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ചീര ഉണ്ടെങ്കിൽ ഇങ്ങനെ 2 രീതിയിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ തണ്ട് വേറൊരു കറിയായിട്ട് എടുക്കാം നമുക്ക്. അതുപോലെ തന്നെ ഇല മാത്രമായിട്ട് ഒരു കറിയായിട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുത്ത ശേഷം കണ്ടോ, നമ്മുടെ അരി ഇങ്ങനെ വറുത്ത് വെച്ചേക്കണം കേട്ടോ. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞ് അത് മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ചീര ഇട്ട് കൊടുക്കുക. ചീരക്കറി വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അത് കണ്ടോ, ചീരയുടെ ഇല മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത്. ചീരയുടെ ഇല ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആവിയേറ്റി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചീരയുടെ ഇല ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് കൂടി ഇട്ട് പച്ചമുളകും കൂടിയിട്ട് നമ്മൾ ചതച്ചെടുത്ത് ആ അരപ്പെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ആദ്യം തന്നെ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നത് ആവി വെന്ത് വരാൻ പാടായിരിക്കും. അതുകൊണ്ട് അത് മുകളിൽ ഇങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ആവശ്യത്തിന് ഉപ്പിടുക. കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ചപ്പ് ചെറുതായിട്ട് മാറി വന്നെന്ന് കാണുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് അരപ്പ് വെച്ച് വിടണം. അത് കേട്ടോ. കണ്ടോ, ആ അരപ്പ് നമ്മൾ നേരത്തെ അരച്ചാൽ ഒതുക്കിയെടുക്കാവുള്ളൂ, കൂടുതൽ അരഞ്ഞു കൊടുത്തും കേട്ടോ. മുകളിലേക്ക് ഇതുപോലെ വെക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കേട്ടോ മൂടി വെച്ച് വേവിക്കുക. കണ്ടോ, ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, അന്നേരം തമ്മിൽ മിക്സ് ചെയ്ത് കൂട്ടുക. 2 കൂടി ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ചീരയുടെ ഇലയും ഇതും കൂടി നന്നായിട്ട് മിക്സായി വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത്ര സിമ്പിളാണ് നമുക്കൊരു ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ വല്ല അടുത്ത് ഒറ്റപ്പെട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ അമ്മമാരോ വൈഫോ ഒന്നും അടുത്തില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു കറി റെഡിയാക്കാൻ വേണ്ടിയൊക്കെ ഉള്ളതാണ്. നമ്മൾ വെജിറ്റബിൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും നല്ലൊരു കറിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് മൂത്രത്തിക്കല്ല് ഇതുപോലെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർ ചീര കൂടുതൽ യൂസ് ചെയ്യാതിരിക്കും കേട്ടോ. കണ്ടോ, നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ച അരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറുത്ത് വെച്ച അരി ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇത് ചീര കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇങ്ങനെ അരി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചീര വെച്ച് നോക്കും കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇത് കണ്ടോ, ഇപ്പോൾ അരി വറുത്ത് ഇട്ട് കണ്ടല്ലോ. അപ്പോൾ ഇനി നിങ്ങൾ ചീരക്കറിയോ ചീര പോലെയുള്ള കറിയൊക്കെ വെക്കുക, ഇലക്കറിയൊക്കെ വെക്കുമ്പോൾ ഈ ഇലക്കറിയുടെ കൂടെ ഇങ്ങനെ അരി വറുത്തിട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്ത് വെക്കണം. ഏറ്റവും നല്ലൊരു ടേസ്റ്റ് കൂടുന്ന ഒരു ഇതാണ് കേട്ടോ. പിള്ളേർക്കാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ അരി ഇങ്ങനെ കടിക്കുന്നതുകൊണ്ട് അവർക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പാചക വീഡിയോയും മറ്റുമായിട്ട് അടുത്ത തവണ കാണും വരെ ബൈ.